അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പരിശുദ്ധമാക്കപ്പെട്ട റമളാനിലാണ് നമ്മളൊക്കെ ഒത്തുചേർന്നിട്ടുള്ളത്. ഈ റമളാനിൽ നമ്മുടെ പൈതങ്ങളായ മക്കൾക്ക് നമ്മളുണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം അതാ മക്കൾ ആസ്വദിച്ച് കഴിക്കുന്നത് കാണാൻ ഏതൊരു ഉമ്മയും വല്ലാതെ ആഗ്രഹിക്കും. നമ്മുടെ മക്കൾ ചിലർ നോമ്പ് നോൽക്കും, എന്നിട്ട് ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ട് ആ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയും. ഇന്നലെ കേൾക്കാൻ കഴിഞ്ഞ ഒരു മരണവാർത്തയുണ്ട്. ആയിഷ രഹന എന്ന് പറയുന്ന ഒരു സഹോദരി, 8 മാസം ഗർഭിണിയായ ഒരു പെൺകുട്ടി. പടച്ച റബ്ബേ, ആ പെൺകുട്ടിയുടെ മരണവാർത്തയാണ് കേൾക്കാൻ കഴിഞ്ഞത്. വളരെ വേദനാജനകമായ ഒരു വാർത്ത തന്നെയായിരുന്നു അത്. ഗർഭിണിയായിരിക്കെ മഞ്ഞപ്പിത്തം ബാധിച്ച് കോഴിക്കോടുള്ള ഹാംസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെടുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു മഗ്ഫിർ ലഹാ വറഹംഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. 5ഉം 10ഉം വയസ്സുള്ള 2 മക്കൾ ആ സഹോദരിക്കുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഹൃദയഭേദകമായ വലിയ പ്രയാസം തന്നെയാണ് ആ കുടുംബം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഉമ്മയെ നഷ്ടപ്പെട്ട 2 ചെറിയ മക്കൾ, അവരുടെ ഉമ്മയുടെ വയറ്റിൽ വളരുന്ന ആ ചെറിയ കുട്ടിയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഉമ്മയുടെ വയറ്റിലിരിക്കെ തന്നെ ഈ ലോകത്തോട് വിട പറയേണ്ടി വന്ന ആ കുട്ടിയുടെയും ആ ഒരു ഉമ്മയുടെയും ആ ഒരു വിടവ് ആ കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതിൻ്റെയും അപ്പുറമാണ്. പരിശുദ്ധ റമളാൻ കഴിഞ്ഞാൽ പെരുന്നാളാണ് വരാൻ പോകുന്നത്. ആ പെരുന്നാളിൻ്റെ ദിവസത്തിൽ ആ മക്കൾ ഒരുപാട് സന്തോഷിക്കേണ്ട 2 മക്കൾ ഹൃദയഭേദകമായ വല്ലാത്തൊരു പ്രയാസത്തിലേക്കാകും ആ ഒരു കുട്ടികൾ ആഴ്ന്നിറങ്ങിയിട്ടുണ്ടാകുക. ഉപ്പാനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ചില മക്കൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. പക്ഷേ ഉമ്മമാരെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബേ, ഒരു ചെറിയ മക്കൾക്കും അത് താങ്ങാൻ കഴിയാത്ത ഒരു കാര്യമാണ്. കാരണം ഉമ്മയും മക്കളും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടല്ലോ, അതത്രത്തോളം ശക്തിപ്പെട്ട ഒരു ബന്ധമാണ്. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യട്ടെ. ആ ഭർത്താവിനും അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. കാരണം തൻ്റെ പത്നിയായിട്ടുള്ള ആ ഒരു സഹോദരിയുടെ മരണം ആ ഒരു മനുഷ്യന് അത്രമേൽ ഉലച്ചിട്ടുണ്ടാകും. അതും തൻ്റെ ചെറിയ പിഞ്ച് പൈതലിനെ ഗർഭം ചുമന്ന തൻ്റെ വധു. അള്ളാഹു ആ മനുഷ്യന് പരിപൂർണ ക്ഷമ അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, ഗർഭിണിയായ സഹോദരികൾ വല്ല പനിയോ അസുഖമോ വന്നു കഴിഞ്ഞാൽ അതിനെ ഒരിക്കലും തന്നെ നിസാരമായിട്ട് കാണരുത്. ഇതിനോട് സമാനമായ ഒരു വാർത്ത കഴിഞ്ഞ മാസമാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഉമ്മാക്ക് നടന്നത്. ഇതുപോലെ ഗർഭിണിയായിരുന്നു അവരും. ഗർഭിണിയായിരിക്കെ പനി വന്നു. പിന്നീടാണ് മനസ്സിലായത് അത് മഞ്ഞപ്പിത്തമായിരുന്നു എന്ന്. ആ മഞ്ഞപ്പിത്തം കരളിനെ ബാധിക്കുകയും പിന്നീട് ബ്ലഡ് ശരീരത്തിൽ നിൽക്കാത്ത ഒരവസ്ഥയാണ് കാണാനായിട്ട് കഴിഞ്ഞത്. ആ ഒരവസ്ഥയിൽ ഒരുപാട് പ്രയാസപ്പെട്ട് എത്ര തന്നെ ബ്ലഡ് ശരീരത്തിൽ കയറ്റിയിട്ടും ആ ബ്ലഡ് ശരീരത്തിൽ നിൽക്കുന്നില്ല. അങ്ങനെ ആ ഒരു സഹോദരി 2 ദിവസങ്ങൾക്ക് ശേഷം ആ ഒരു സഹോദരി ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇതിനോട് സമാനമായ ഈ ഒരു വാർത്ത വരുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ആ കുട്ടികൾക്ക് എത്രത്തോളം വേദന ഈ ഒരു സമയത്തുണ്ട് എന്ന്. കാരണം എൻ്റെ സുഹൃത്ത് അനുഭവിച്ച ആ പ്രയാസം കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. അള്ളാഹു ആ കുടുംബത്തിനും ആ മക്കൾക്കുമൊക്കെ അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഒരു സഹോദരിക്ക് അള്ളാഹു സുവലോക സ്വർഗം അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സഹോദരി എഴുതിയ ഒരു കുറിപ്പ് കാണാനായിട്ട് കഴിഞ്ഞു. വളരെയേറെ വേദനയാണ് ആ ഒരു കുറിപ്പ് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ ഒരു സഹോദരി ആ കുറിപ്പ് എഴുതുമ്പോൾ അവർ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല നാളെ എൻ്റെ മരണത്തോടുകൂടി ഈ കുറിപ്പ് ആളുകൾ വായിക്കുമെന്ന്. എത്ര വേദനയാണ് ആ കുറിപ്പ് വായിക്കുമ്പോൾ ഹൃദയത്തിനുണ്ടാകുന്നതെന്നറിയോ? ഞാനതൊന്ന് വായിക്കാം. പലപ്പോഴും മരണ വീടുകളിൽ ചെല്ലുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ മരിച്ചാൽ ആരൊക്കെ കരയും. ഒട്ടുമിക്ക മരണവീടുകളിലും അടുത്ത ബന്ധുക്കളും രക്തബന്ധത്തിലുള്ളവരും മാത്രമാണ് കരയുന്നത് കണ്ടിട്ടുള്ളത്. മറഞ്ഞു നിന്ന് കണ്ണുനീർ തുടക്കുന്ന
ഒന്നോ രണ്ടോ സുഹൃത്തുക്കളും ഉണ്ടാവാറുണ്ട്. അതിൽ കൂടുതൽ ഒരാളുടെ മരണത്തിൽ കരയുന്നത് കണ്ടിട്ടില്ല. അടക്കം പറച്ചിൽ കേൾക്കാം, നാളിതുവരെ അയാളുടെ മുഖത്ത് നോക്കി പറയാത്ത നല്ല വാക്കുകൾ മരിച്ചു കഴിയുമ്പോൾ പറയാറുണ്ട്. അതൊക്കെ മരിച്ചു കിടക്കുമ്പോൾ കേൾക്കാറുണ്ടോ എന്ന് തോന്നാറുണ്ട്. രാജകീയ വിവാഹം, രാജകീയ ജീവിതം എന്ന് പറയാറില്ലേ, അതുപോലെ രാജകീയ മരണം എന്നുണ്ടോ? മരണ വീട്ടിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഒരിക്കലും തന്നെ ആ മരണ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ അവിടെയുള്ള ആളുകളെ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ ആ മനുഷ്യനെ കുറിച്ചിട്ട് നല്ലത് പറയാറുണ്ട്, പക്ഷേ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞിട്ട് അയാളെക്കുറിച്ച് എത്രത്തോളം നല്ലത് പറഞ്ഞിട്ട് എന്താണ് കാര്യമുള്ളത്? ആ മനുഷ്യൻ ആ മനുഷ്യനെക്കുറിച്ച് നല്ല വാക്കുകൾ നല്ല രൂപത്തിൽ അയാളോട് പറയുകയാണെങ്കിൽ ആ മനുഷ്യന് എത്രത്തോളം സന്തോഷമുണ്ടാകും. ജീവിച്ചിരിക്കുന്ന സമയത്ത് കണ്ടാൽ പോലും മിണ്ടാത്ത, സംസാരിക്കാത്ത ചില ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവരെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ വല്ലാത്ത പ്രയാസം തോന്നിയിട്ടുണ്ട്. കാരണം ജീവിച്ചിരിക്കുമ്പോൾ ഈ വ്യക്തിയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകളാകും ആ മനുഷ്യൻ. പക്ഷെ ആ മനുഷ്യൻ്റെ ചേതനയേറ്റ ശരീരത്തെ നോക്കിയിട്ട് അവരാ വാക്കുകൾ പറയുന്നത് കൊണ്ട് എന്താണ് അവരാഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാറില്ല. അത് തന്നെയാണ് ആ പെൺകുട്ടി ഈ ഒരു കുറിപ്പിൽ കുറിച്ചിട്ടിട്ടുള്ളത്. എത്രയോ അർത്ഥവത്തായിട്ടുള്ള വരികളാണ് അത് വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഒരുപാട് എഴുതാനൊക്കെ നല്ല കഴിവുള്ള ഒരു പെൺകുട്ടി. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതും പരിശുദ്ധ റമളാനിലാണ്. ഈ റമളാനിൻ്റെ പോരിശ എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എത്രത്തോളം കൂലി അള്ളാഹു ആ പെൺകുട്ടിക്ക് നൽകിയിട്ടുണ്ടാകും. കാരണം ഒരുപാട് ആളുകളുടെ ദുആ ഇതിനോടകം ആ ഒരു പെൺകുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാകും. നിങ്ങളോടും പറയാനുള്ളത്, എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ ആ ഒരു സഹോദരിയുടെ പേരിൽ ഒരു ഫാത്തിഹ നിങ്ങൾ ഓതണേ എന്നാണ്. കാരണം അത് മാത്രമാണ് നമുക്ക് ആ ഒരു സഹോദരിക്ക് വേണ്ടിയിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഒരു ഫാത്തിഹ ആ ഒരു സഹോദരിയുടെ പേരിൽ ഓതണം. നമ്മുടെയൊക്കെ നാടുകളിൽ ഒരുപാട് മരണങ്ങൾ സംഭവിക്കാറുണ്ട്. പലർക്കും മരിച്ച വീട്ടിലേക്കൊന്ന് കടന്നു പോകാൻ പോലും മടിയാണ് എന്നുള്ളതാണ്. ആ മനുഷ്യൻ്റെ പേരിലൊന്ന് മയ്യത്ത് നിസ്കരിക്കാൻ, ആ മനുഷ്യനെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത് വരെ അതിലൊന്ന് പങ്കെടുക്കാൻ പോലും പലർക്കും മടിയാണ്. എന്നാൽ അള്ളാൻ്റെ റസൂല് പറയുന്ന ഒരു ഹദീസ് ഈ മരണവാർത്ത കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലിങ്ങനെ തെളിഞ്ഞു വന്നു. എന്താണെന്നറിയോ? അള്ളാൻ്റെ ഹബീബ് പറയാണ്, മനിത്തബഅ ജനാസത മുസ്ലിമിൻ ഈമാനൻ വഹ്തിസാബൻ ഫസല്ല അലൈഹി സുമ്മ ഇൻതദറ ഹത്താ യൂളഅ ഫീ ഖബരിഹി കാന ലഹു ഖിറാതാനി. മനിത്തബഅ ജനാസത മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ജനാസയെ നമ്മൾ പിൻപറ്റി, ഈമാനൻ വഹ്തിസാബൻ, ഉറച്ച ഈമാനോടുകൂടി, ഫസല്ല അലൈഹി, ആ മനുഷ്യൻ്റെ പേരിൽ നിസ്കരിച്ചു, സുമ്മ ഇൻതദറ ഹത്താ യൂളഅ ഫീ ഖബരിഹി, ആ വ്യക്തിയെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത് വരെ നമ്മൾ പ്രതീക്ഷിച്ചു, കാന ലഹു ഖിറാതാനി, അള്ളാൻ്റെ ഹബീബ് പറയാണ് അയാൾക്ക് 2 കൂമ്പാരങ്ങളുണ്ട് എന്ന്. എന്താണ് ഈ കൂമ്പാരം എന്നറിയോ? 2 കൂമ്പാരം കൂലി അള്ളാഹു അയാൾക്ക് കൊടുക്കുമെന്ന്. ഒരു കൂമ്പാരം എത്രത്തോളാണെന്നറിയോ? ഉഹദ് മലയോളം വലിപ്പമുണ്ട് അതിൽ നിന്ന് ഒരു കൂമ്പാരത്തിന്. നിങ്ങൾ ആലോചിക്കണം, 2 കൂമ്പാരം, അതായത് ഉഹദ് പർവ്വതത്തിൻ്റെ അത്രയും വലിയ കൂലിയാണ് അള്ളാഹു ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ആ മനുഷ്യൻ്റെ ജനാസയിൽ പങ്കെടുത്ത് എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന് കഴിഞ്ഞാൽ അള്ളാഹു അവർക്ക് കൊടുക്കുന്നത്. എത്രത്തോളം പവിത്രമാക്കപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഈ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഇനി ആര് മരിച്ചാലും ആ വീടുകളിലേക്ക് നമ്മൾ പോയിട്ട് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തിട്ട് അവരുടെ മേലിൽ നിസ്കരിച്ച് അവരെ ഖബറിലേക്ക് ഇറക്കി വെച്ച് എല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ പോകാൻ പാടുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് സ്വർഗം അള്ളാഹു നൽകട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഒക്കെ വിലയേറിയ ദുആയിൽ എന്നെയും കുടുംബത്തിനെയും ഒക്കെ ഉൾപ്പെടുത്തണേ എന്ന് വളരെ വിനീതമായിട്ട് നിങ്ങളോട് പറയുകയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.